നമുക്കിന്ന് ഹോട്ടലിലെല്ലാം പോയി കഴിക്കില്ലേ നമ്മൾ KFC ചിക്കൻ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലേ, ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറയാം KFC. എന്ത് ഹോട്ടലിൽ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും KFC കഴിക്കാമെന്ന്. അപ്പം നമുക്ക് ഇത്രയും വലിയ വില കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങുന്നതിനായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. നല്ല ക്രിസ്പിയായ KFC നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പം ഒരു കോഴിയുടെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ട ആദ്യം നമുക്കത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു കപ്പ് ചെറിയ ഇതിന് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. സാധാരണ പാലെടുത്തിട്ടുണ്ട്. അതിൽ ഞാനത് വീഡിയോ പിടിക്കാൻ വിട്ടതാണ്. അതിൽ ഒരു 2 സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ല തൈര് ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം സവാളയും കൂടി അരച്ച് വെച്ചതാണ്. അത് ഒരു 2 സ്പൂണ് ഇതിനകത്തോട്ട് ചേർക്കാം. രണ്ട് സ്പൂണ് ചേർത്തു. അതിന് ശേഷം 1 സ്പൂണ് കുരുമുളക്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കൂടുതൽ പൊടിയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ 1 സ്പൂണ് ലേശം കുരുമുളക് ഇട്ടു. 1 ടീസ്പൂണ് പോലെ ഇതിനൊരിതളവിൽ മുളക് പൊടി ഇട്ടു. മിക്സാക്കി പൊടിച്ചതാണ്. കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടി മിക്സ് ആക്കി പൊടിച്ചത് മുളക് പൊടിയാണ്. അത് കുറച്ചധികം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. പിന്നെ നമുക്ക് ഒരു സ്കിപ്പ് ചെയ്യാത്ത വേറൊരു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇടണം. അപ്പോൾ 1 നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ഒരു ചെറിയ അളവിൽ. അതെന്തായാലും വേണം, നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വിനാഗിരി ഒഴിക്കാം. അത്ര മതി. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി എരിവ് ഇടാം. ഇതിപ്പോൾ കുരുമുളകിൻ്റെയും എല്ലാം കൂടി എരിവ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മുക്കി വെക്കാം. നമ്മൾ കണ്ടല്ലോ, ഇങ്ങനെ ആക്കി വെക്കുന്ന ചിക്കൻ നമുക്ക് ഒരു 5-6 മണിക്കൂർ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ നാളെ ആക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് അല്ലെ നാളെ ഒരു ദിവസം നൈറ്റ് ഫുള്ള് ഇതിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇതിനകത്ത് മുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പെരക്കി വെക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ചേർത്തേക്കാം. നമുക്ക് നല്ലപോലെ നല്ലപോലെ മുങ്ങിക്കിടക്കണം. ഇങ്ങനെ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് ആക്കി വെച്ചിട്ട് നാളെ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നിപ്പം നൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എടുത്തിട്ടിത് ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കി നാളെ നമുക്ക് എടുത്തിട്ട് ഫ്രൈ ആക്കാം. ഓക്കെ, എന്നാൽ ഇത് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ KFC ചിക്കന് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇന്നലെ ഞാൻ ഒരു നൈറ്റ് ഫുള്ള് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ആക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ കോൺഫ്ലവറോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ
കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടു. അതിലൂടെ 1 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും നമ്മൾ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഇതായി വരേണ്ട ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഒരു മുട്ട നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം 1/2 കപ്പ്, ഇതിന് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തു, 1 മുട്ടയും ചേർത്തു. അതിന് ശേഷം നമുക്ക് അത് കുഴച്ചെടുക്കാനുള്ള വെള്ളവും കൂടി ചേർക്കാം. ഇപ്പം ഞാൻ നല്ല സാധാ തണുത്ത വെള്ളം 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ടെങ്കിൽ പിന്നെ ആക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചിലപ്പം കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. മിക്സ് ചെയ്യാം. വെള്ളം ആവശ്യത്തിന് വേണ്ടി വരും. നമ്മൾ പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കില്ലേ, അപ്പം അതിനെക്കാട്ടി കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിൽ ഇത് മിക്സ് ആക്കുക. അപ്പം നമ്മൾ ഇത് നല്ല മിക്സായി, കട്ടയൊന്നുമില്ലാതെ നല്ല മിക്സായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മറ്റൊരു ഇതും കൂടി ചെയ്യാം. അതായത് 1 കപ്പ് മൈദ ആദ്യം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി കുറച്ച് മുളക് പൊടി, നമ്മൾ ആ ഒരു കളറ് ഇതാകാൻ വേണ്ടി കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും, അതിൻ്റെ മുകളിൽ നമ്മൾ ഇതാക്കേണ്ടതല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതും ഒന്ന് മിക്സ് ആക്കാം. മൈദപ്പൊടിയും 1 നുള്ള് ഉപ്പും 1 നുള്ള് മുളക് പൊടി നല്ലപോലെ മിക്സ് ആക്കണം. ഇത് സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒന്നിച്ച് ആക്കി വെക്കാൻ പറ്റില്ലല്ലോ. ആദ്യം നമ്മൾ ചിക്കൻ സോക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രേവി ആക്കി, ഇത് നമ്മളതിൻ്റെ മുകളിൽ ക്രിസ്പി ആകാൻ വേണ്ടി ഇതാക്കി. ഈരം വേണമെങ്കിൽ 1 നുള്ള് കോൺഫ്ലവർ ഇതിനകത്തോട്ട് ചേർക്കാൻ വേണമെങ്കിൽ നമ്മൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് മിക്സാക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ആദ്യം സോക്ക് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മറ്റൊരു ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ചേർത്തതെന്ന് വെച്ചാൽ മൈദപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ്, ഒരു സ്പൂണ് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, അങ്ങനെ ഇതും കൂടി ആക്കിയിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ കൂട്ട് ചെയ്യേണ്ട. പിന്നെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 നുള്ള് കോൺഫ്ലവർ, കുറച്ച് 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കാം. നല്ലപോലെ ഇതെടുക്കണം. നല്ലപോലെ മിക്സാക്കുക. അതിന് ശേഷം നമ്മളിവിടെ മിക്സാക്കി വെച്ച മൈദപ്പൊടിയിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ടിതാ നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ പിടിപ്പിക്കണം. നമ്മുടെ കൈക്കെല്ലാം ഇത് പിടിക്കും പോലെ തോന്നും, എന്നാലും ഇതിന് നല്ലപോലെ ഞെക്കി ആക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പൊടി, ഈർപ്പം, മറ്റേ വെള്ളപ്പറ്റെല്ലാം ഇതിനകത്തോട്ട് പിടിച്ച് നല്ല കണ്ടോ. അപ്പം നമുക്ക് ഇത് നല്ലപോലെ പിടിച്ചിട്ട്
കണ്ടോ. ഇത് നമുക്ക് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വെക്കാം. അതിനുശേഷം ഒന്നും കൂടി എടുക്കാം. നല്ല വലിയ പീസായിട്ട് തന്നെ ഞാൻ എടുത്തത്. ഇത് അത് ഇതിനകത്തോട്ട് കൈക്ക് മറ്റേതിനകത്തോട്ട് ഇട്ടതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവും നമ്മുടെ കൈ അല്ല. ഇത് നമ്മൾ നല്ലപോലെ മുക്കി അതിന് ശേഷം ഇതിനകത്തോട്ട് കൈയെല്ലാം ഇതിനകത്തോട്ട് പറ്റും. നല്ലപോലെ അമർത്തി പിടിപ്പിക്കണം, എന്നാൽ മാത്രമേ അതിന് പിടിക്കുള്ളൂ. ഇത് നമ്മൾ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് സോക്ക് ചെയ്ത് വെച്ചിന്. അപ്പോൾ നമുക്ക് ഇത് കാരണം ഉണ്ടോ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എണ്ണയിലേക്ക് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എനിക്ക് 2 എണ്ണ ഒരുമിച്ചിടാനേ പറ്റുള്ളൂ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ആദ്യം ചൂട് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഈ 2 എണ്ണം പൊരിച്ചെടുക്കാം. ആദ്യം നല്ലപോലെ ചൂടായി അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഈ ഒരു ചിക്കൻ വെച്ച് കൊടുക്കാം. ഉണ്ടാകും കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുന്നു, നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം. ഈ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചായിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കൂട്ട് ചെയ്തല്ലേ, പച്ച ചിക്കനല്ലേ. അപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഇടുമ്പം ഹൈ ആണെങ്കിലും പിന്നെ നല്ല മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മീഡിയം തീയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം നല്ല ഷെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മീഡിയം സ്ലോയിൽ വെച്ചാൽ മാത്രമേ ഇത് വേഗം നല്ല വെന്ത് കിട്ടുള്ളൂ. കാരണം ഉള്ളിൽ നല്ലവണ്ണം വേവണം, എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആവുള്ളൂ. ഇപ്പം തന്നെ നല്ല ഒരിതായിട്ടുണ്ട്. നമുക്ക് അത് വലിയ ചീനച്ചട്ടി ആയിരിക്കണം, എന്നാൽ വറുത്തെടുക്കാൻ നല്ല സുഖമാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ചീനച്ചട്ടിയാണ്, അതുകൊണ്ടാണ് ഇത്രയും. അപ്പം നമുക്കത് കുറച്ചും കൂടി മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ ഇത് നല്ലപോലെ എണ്ണയിൽ മുക്കി വറുത്തിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുമ്പോൾ നമുക്കിതിങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട്. കുറേ എണ്ണയിൽ, വലിയ പാത്രത്തിൽ എണ്ണയിൽ ഇത് വറക്കണം, എന്നാലേ നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മുരിഞ്ഞ് വരണം. മുരിയുമ്പോൾ നല്ല കളറൊക്കെ വരുന്നിട്ടുണ്ട്. നല്ല പെപ്സിയുടെ കളർ നമ്മൾ ഏകദേശം ഇതേപോലെ തന്നെയല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഇതത്ര ഇതല്ല പെർഫെക്റ്റ് അല്ല, അതൊക്കെ കഴിച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പം നല്ലപോലെ മുരിഞ്ഞ് വരണം. ഉണ്ടോ, ഇത് അടുത്തതും നമ്മളിതുപോലെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം കൂടി ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെക്കാം. പിന്നെ ഇതായിട്ടുണ്ട്. നമുക്കടുത്തത് എണ്ണയിലോട്ട് ഇടാം. അത് ചെറുതീയിൽ ആട്ടെ.
കണ്ടോ, രണ്ടാമത്തേത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പം നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങോട്ട് മാറ്റാം. ഒരു ബട്ടർ പേപ്പറും കൂടി ആ പ്ലേറ്റിൽ വെക്കണമായിരുന്നു അല്ലേ. അപ്പം നമുക്ക് അടുത്തത് എടുത്തിട്ട് വരാം. ഏകദേശം ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വലിങ്ങനെ അങ്ങനെ കുത്തി ഇതാക്കാൻ പാടില്ല. നല്ല എല്ലാം നല്ല പതിയെ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ കോട്ടിങ് ഇളകി പോകും. പക്ഷെ നമ്മൾ അമർത്തി കൊടുത്തിട്ടില്ല ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാവും നല്ല കളർ ഉണ്ടാവും, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ആ ഭാഗം ഒഴിഞ്ഞ് വെച്ച് ഇതാ നമ്മൾ രണ്ടാമതിട്ട് ഇതും നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് വെക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. അടുത്തത് നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് മുറുക്കി എടുത്ത് ഇത് നമ്മുടെ ഇത് ഏകദേശമായിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി എടുക്കാം. നല്ല തീയിൽ ചെറുതീയിൽ വേവട്ടെ കേട്ടോ. നമ്മൾ ആക്കി വെച്ചത് ഏകദേശം അതും കൂടി ആയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ പൊട്ടാറ്റോ സ്ട്രിപ്സ് നമ്മൾ കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇത് മുറിച്ച് എടുത്തപ്പം വീഡിയോ പിടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേ എണ്ണയിൽ തന്നെ വറുത്തു, കാരണം ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണെങ്കിൽ ഈ എണ്ണയിൽ വറുക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ പൊടികൾ കണ്ട ഇതൊക്കെ ഇതിനെ പിടിക്കും. ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കാനായതുകൊണ്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കോൺഫ്ലവറും ഉപ്പും കൂടി മിക്സാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതതിൻ്റെ ഒരു ടച്ചിങ്സ് എന്നെല്ലാം പറയും പോലെ KFCൻ്റെ കൂടെ നമ്മളെപ്പോഴും വാങ്ങുമ്പോഴും ഇത് കിട്ടും. ഒരു ടേസ്റ്റ് അല്ലേ. ഫ്രഞ്ചുകാർക്കൊക്കെ ഇപ്പം എൻ്റെ മോളൊക്കെ പറയും ജർമ്മനിയിലെല്ലാം എന്ത് വാങ്ങുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കഴിക്കാൻ ഉരുളക്കിഴങ്ങാണെന്ന് പറയും. അപ്പോൾ അവൾ അവിടെ ഇത് ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു തന്നെയാണ് എനിക്കിതെല്ലാം. അപ്പോൾ ഇതങ്ങ് മുരിഞ്ഞ് വരട്ടെ. അപ്പം നമ്മുടെ പൊട്ടാറ്റോ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ചിക്കൻ്റെ പൊടിയെല്ലാം ഉണ്ട്, അത് നമുക്ക് അതിനകത്തുനിന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, അതിൻ്റെ പൊടിയുണ്ട്, അത് നമുക്ക് ഈ കോരി എടുത്തിട്ട് ശേഷം മാറ്റിയെടുക്കാം. ഇതുണ്ടോ, ഇപ്പോൾ കണ്ടോ, നല്ല നല്ല മണമുണ്ട് കേട്ടോ ഇത്. ഏതായാലും നമുക്കിതിനെയും ബാക്കി മറ്റെല്ലാം സെറ്റാക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂടെ കഴിക്കേണ്ട ടൊമാറ്റോ ചിപ്സും ടൊമാറ്റോ സോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും നല്ല വൃത്തി ഉണ്ടാക്കാൻ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് കുട്ടികൾ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കെല്ലാം ഇതും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കണ്ട നല്ല ക്രിസ്പി ഉണ്ട്. ഞാനൊന്ന് പൊട്ടിച്ചെടുത്ത് കഴിച്ച് നോക്കട്ടെ.
നല്ല ജ്യൂസിയാണ്, ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അല്ല അതിൻ്റെ ഉള്ളിലെ നല്ല പോലെ വെന്തിന് ചിക്കൻ, ഉള്ളിൽ നല്ല ജ്യൂസി പോലെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. KFC കടയിൽ പോയി വാങ്ങണ്ട, വീട്ടിൽ തന്നെ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കേ.